മോനെ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതല്ല മോൻ ഇഷ്ടമായോ? ഇഷ്ടായോന്നോ? അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും അച്ഛൻ ഇത്ര ഗ്രാൻഡ് ആക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിന്നു ചിപ്പി മക്കൾക്ക് ഇത് ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടമായെങ്കിലേ. അതെന്നെ അങ്കിളെ, കാണാൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബർത്ത്ഡേക്കും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ഒരുക്കും. അങ്കിളെ, എനിക്ക് ബാർബിയുടെ തീമാണ് ഇഷ്ടം. എനിക്ക് യൂണിക്കോണും. നിങ്ങളുടെ ബർത്ത്ഡേ ബാർബിയുടെ യൂണിക്കോണിന്റെ തീമിലാക്കാട്ടോ. എന്നാ ശരി മക്കളെ, ഞാൻ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ ഇവിടുന്ന് കളിക്കുമ്പോൾ ഒന്നും തട്ടി വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലോണ്ടി, നിന്റെ ഫ്രണ്ട്സിനൊന്നും കാണുന്നില്ലല്ലോ. അതിനധികം ആൾക്കാർ വൈകിട്ടാ വരിക. പിന്നെ ആശയും 1-2 ഫ്രണ്ട്സ് മാത്രമേ ഇപ്പൊ വരൂ. എന്നാ ശരി മക്കള്, കളിച്ചോ. അതെന്താടി? ഞങ്ങളൊന്നും ബർത്ത്ഡേ ഇതുവരെ ഇത്രക്ക് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചിട്ടില്ല. അതിന് എന്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാ ഇത്രക്ക് ഗ്രാൻഡ് ആക്കുന്നേ. ഞാനിവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ ഇപ്പൊ പഠിക്കുന്നേ, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇത്രക്ക് ഗ്രാൻഡ് ആക്കിയേ. അല്ലയുടെ ഫംഗ്ഷൻ വൈകിട്ടെന്നല്ലേ പറഞ്ഞേ? ഇവിടെ പരിപാടിയെല്ലാം തുടങ്ങിയെന്നല്ലോ. അതന്നെ ഇപ്പൊ ഞാനും കരുതുന്നേ. നിങ്ങൾ എത്തിയോ? അല്ല, പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഇല്ല, പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടേക്ക് അറേഞ്ച് ചെയ്തിപ്പോഴാ കഴിഞ്ഞേ. ഇത്തവാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞാനിപ്പോ വന്നു കയറിയതല്ലേ ഉള്ളൂ. അല്ല ആശി, ഉമ്മ ആന്റിയിലൂടെ? അവര് വൈകിട്ടാ വരുവാ. അല്ല, എല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുവാണോ? എല്ലാരും ഇങ്ങ് വന്നേ, വന്ന് ജ്യൂസ് കുടിക്കേ. ആഷി, ഇതാ എന്റെ അമ്മ. നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ മോനാണല്ലേ ആഷി. ഇവൻ എപ്പോഴും പറയലുണ്ട് മോന്റെ കാര്യം. പ്രിയനു മാത്രം ഞാൻ തരാം മധുരമീ പ്രണയം. എന്താണ് ഒരു പ്രണയപ്പാട്ടെല്ലാം? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ പാടിയതാ. അല്ല, നീ വരുന്നില്ലേ? എവിടെ വരുന്നില്ലേന്ന്? അല്ല, അപ്പൊ അതും മറന്നോ? ഇന്നലെ ഉണ്ണിയുടെ പിറന്നാൾ. പാർട്ടിക്ക് പോണ്ടേ? മക്കളെല്ലാം നേരത്തെ പോയി. ഇത്ത പൊക്കോ ഇത്താ, ഞാൻ വീട്ടിലിരുന്നോളാം. പെണ്ണിന്റെ ഒരു മടി നോക്കിയാട്ടെ, മര്യാദക്ക് വന്നോണം. ഇവിടെ കുറെ തുണിയെല്ലാം മടക്കാനില്ലേ, ഞാൻ അതെല്ലാം മടക്കിട്ട് ഇവിടെ ഇരുന്നോളാം. ഇത്ത പോയിട്ട് വാ. ഞാൻ എന്തായാലും പോകും, പക്ഷെ നീയും വരണം. ആഷി നിർബന്ധമായിട്ട് പറഞ്ഞതാ നമ്മള് രണ്ടാളും പോണെന്ന്. വാ, നമുക്ക് ഇറങ്ങാം. ഇത്ത എന്നൊരു കാര്യം ചെയ്യ്, ഇത്തിപ്പ് ഇറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വാക്കാണേ, കുറച്ച് കഴിഞ്ഞ് വാക്ക് മാറ്റാൻ പാടില്ല. ഇല്ലിത്ത, നിങ്ങള് പൊക്കോ, ഞാൻ ബാക്കി തന്നെ വന്നോളാം. എന്നാ ശരി, നീ എന്തായാലും വരണേ. എന്റെ ഇത്ത, ഞാൻ എന്തായാലും വരൂ. ആഹാ, ഇവിടെ മൊത്തം അടിച്ചുപൊളിയാണല്ലോ. ആദിയുടെ ഡാൻസ് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ ആദി. ഇവിടെ ആകെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെയല്ലേ? ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെയാ, പക്ഷെ DJ എല്ലാം ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദി, നീ ഒന്ന് പുറത്തോട്ട് വരുവോ? എന്താ ഋഷി? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ വാ, നമുക്ക് പുറത്തോട്ട് പോകാം. ഉടനെ കേക്ക് മുറിക്കാനുള്ള ടൈം ആകുന്ന പറഞ്ഞേ. കേക്കെല്ലാം മുറിക്കുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചെത്തും. എന്നാൽ വാ, വീടിന്റെ ബാക്കിൽ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി പറ ഋഷി, എന്തിനാ എന്നെ പുറത്തോട്ട് വിളിച്ചേ? അത് പിന്നെ നീ എന്താ പറയുന്നേ? എനിക്കൊന്നും കേൾക്കുന്നില്ല ഋഷി. അല്ല, അത് ഞാൻ. പറയ് ഋഷി, എന്താ കാര്യം? ഞാൻ പറയാം. അല്ല, മക്കളെന്താ ഇവിടെ നിൽക്കുന്നേ? ചേടാ, ഇതാരാ? അല്ല, പാർട്ടി അകത്തല്ലേ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? അതൊന്നുമില്ല ആന്റി, ഞങ്ങള് വെറുതെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. മക്കൾ അകത്തോട്ട് വാ, കേക്ക് മുറിക്കാനായി. മോളെ, മോളുടെ ഉമ്മയും ആന്റിയും ഉടനെ തന്നെ എത്തില്ലേ? അവര് വൈകുന്നേരം കേക്ക് മുറിക്കുന്ന ടൈം ആകുമ്പോഴേക്ക് എത്തുന്ന പറഞ്ഞേ. എന്നാ നിങ്ങൾ വാ, വൈകിക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞതിന്റെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരുന്നതാ. ഇന്നത് നടക്കുന്നു തോന്നില്ലല്ലോ. ഋഷി, വാ, നമുക്ക് പോകാം. ശരിയടാ. ഫാത്തിമ, നീ എത്തിയോ? ബർത്ത്ഡേക്കാരൻ എവിടെ? അവനവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഉമ്മ, നിങ്ങൾ എത്തിയാ? എവിടെ ആന്റി? എവിടെ ആന്റി? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞേ. ഇപ്പൊ തന്നെ കേക്ക് മുറിക്കാനായി. ഇനി ആന്റി എപ്പോ വരുവാ? ഉമ്മാക്ക് ഞാൻ ആൾക്കാരെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഉണ്ണിയുടെ അമ്മ. നമസ്കാരം. എന്താ നേരത്തെ വരാഞ്ഞേ? വീട്ടിൽ കുറെ പണിയുണ്ടായിരുന്നു, അതാ വരാൻ വൈകിയേ. ഇതാണ് ഉണ്ണിയുടെ അമ്മമ്മ. ഇത് ദേവു ആന്റി. അതെന്താണ് നീ എനിക്ക് ദേവുവിനെ പരിചയപ്പെടുത്തി തരുന്നത്? എനിക്കെന്താ ദേവുവിനെ അറിയില്ലേ? അപ്പൊ ഞാൻ രമേശ് അങ്കിളിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണല്ലേ ദേവു, നിന്റെ ഹസ്ബൻഡ്? നിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ കാണുന്നേ. ആഷിയുടെ ഒപ്പം വരില്ലേ പിറന്നാളിന്? നിങ്ങൾക്കറിയാലോ പോലീസിന്റെ എല്ലാം കാര്യം. ഇപ്പൊ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നേ, അതുകൊണ്ട് നേരത്തെ വിടാനുള്ള ചാൻസ് കുറവാ. ഉമ്മ, നിങ്ങൾ ഉണ്ണിയുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ശരിയാണല്ലോ, ഇവിടെ എല്ലാരെയും കണ്ടു, ഉണ്ണിയുടെ അച്ഛനെ മാത്രം കണ്ടില്ല. ഉണ്ണിയുടെ അച്ഛനല്ലേ ഞങ്ങളുടെ ബാക്കിലല്ലേ? എന്റെ ബാക്കിലോ? ആഷി, നീ ഗിഫ്റ്റ് കൊണ്ട് ഉണ്ണി കൊടുത്തേ. ഉമ്മ. ഉണ്ണി, ഇതാ ഞാൻ നിനക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. താങ്കിടാ. ഉണ്ണിയുടെ അച്ഛൻ ബാക്കിലുണ്ടെന്നല്ലേ പറഞ്ഞേ? സുഭാഷോ? അല്ല, നിങ്ങളായിരുന്നു ആഷിക്കിന്റെ ഉമ്മ? എന്നാലും ഇത് ഇത്രയും നാൾ ഞാൻ അറിയാതെ പോയല്ലോ. അല്ല, ഇപ്പൊ റസിയ വരുന്നുണ്ടോ? വീണ്ടുള്ളൂ, ഞാൻ ഇപ്പൊ എന്താ പറയാ? റസിയയോ? റസിയക്ക് വയറുവേന. റസിയ അതുകൊണ്ട് വരൂല. അല്ല ഫാത്തിമ, നീയല്ലേ നേരത്തെ പറഞ്ഞ റസിയ കുറച്ചു കഴിഞ്ഞാൽ വരുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലേ. അപ്പൊ റസിയ വരുന്നുണ്ടല്ലേ? അല്ല സുഭാഷ് ഏട്ടാ, നിങ്ങൾക്ക് പരസ്പരം അറിയോ? അറിയാം, പണ്ട് തൊട്ടേയുള്ള പരിചയം. അല്ല സുഭാഷ് ഏട്ടാ, കേക്ക് മുറിക്കണ്ടേ? കേക്ക് നമുക്ക് മുറിക്കാം, പക്ഷെ റസിയും കൂടി വരട്ടെ. അല്ല ഫാത്തിമ, നീ എങ്ങോട്ടാ പോന്നേ? ഞാൻ കുറച്ച് പോയിട്ട് ഇരിക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അതാ വലതുവശത്ത് കസേരകൾ നിർത്തിയിട്ടുണ്ട്, അവിടെ ഇരുന്നോ. താങ്ക് യു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു റബ്ബേ, വരുന്നില്ല എന്നവൾ എന്നോട് പറഞ്ഞതാ, എന്നിട്ട് ഞാനായിട്ട് അവളെ നിർബന്ധിച്ച്. ഇനി എന്തെല്ലാം സംഭവിക്കും എന്റെ റബ്ബേ. എന്റെ ഇക്ക ഇതറിഞ്ഞാലൊരു ഭൂകമ്പം തന്നെ നടക്കൂ. കയ്യും കാലും വരച്ചിട്ട് വയ്യല്ലോ. എന്റെ പഠിച്ചവനെ, ഇനി നിങ്ങൾ എന്നെ കാത്തോളി. ഓള് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫോൺ വിളിച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞാലോ? അതിന് അവക്ക് ഫോണും ഇല്ലല്ലോ. ഞാനിനി എന്താപ്പാ ചെയ്യുക?